വൻ തോൽവി ഏറ്റുവാങ്ങിയിട്ടും CPM വിലയിരുത്തൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ല. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് തൃപ്തി. പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തിയ കള്ളപ്രചാരണത്തിൽ ജനങ്ങൾ വീണുപോയതാണ് കാരണം. ആ തെറ്റ് ജനങ്ങൾ തിരുത്തും. ഗൃഹസന്ദർശനത്തിൽ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിചാരിക്കാത്ത തരത്തിലുള്ള ചില തിരിച്ചടികൾ പാർട്ടിക്കുണ്ടായി. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് കേരളത്തിലെ എല്ലാ വീടുകളിലും എത്തി മനസ്സിലാക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഴുവൻ ഇത് നടക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇനി കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖല ഏതാണ്? ഏതെങ്കിലും മേഖലയിൽ ശ്രദ്ധ ചെലുത്താതെ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങൾ വല്ലതുമുണ്ടോ? ഇതൊക്കെ തീർച്ചയായും ഈ ഗൃഹസന്ദർശനം നടത്തുന്ന സമയത്ത് ആളുകൾ പറയുന്നുണ്ട്. അവർക്ക് ഒരാൾക്കും സർക്കാരിനെ കുറിച്ചൊരു പരാതിയില്ല. അതിലൊക്കെ ഹാപ്പി. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഇത്രയൊക്കെ ആയിട്ട് എന്താ നമ്മളോട് ഒരു അനിഷ്ടം? എന്താണ് അതൊരു അനിഷ്ടം ചോദിക്കുക? അതിനങ്ങോട്ട് തെളിച്ചങ്ങോട്ട് പറയണില്ല. ഒരാഴ്ചയാണ് CPM ഗൃഹസന്ദർശനം നടത്തിയത്. വീടുകളിൽ സന്ദർശനത്തിന് പോയവർക്ക് കൃത്യമായ നിർദ്ദേശവും കൊടുത്തിരുന്നു. ജനങ്ങളോട് സൗമ്യമായി പെരുമാറണം, ദേഷ്യപ്പെടരുത്, അവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം, അവസാനം മറുപടി നൽകണം. അങ്ങനെ ഒരാഴ്ചത്തെ ഭവന സന്ദർശനങ്ങളുടെ റിപ്പോർട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പുറത്തുവിട്ടത്. സർക്കാരിനോട് ജനങ്ങൾക്ക് പരാതിയില്ല, മറിച്ച് പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും പ്രചാരണം വിശ്വസിച്ചുപോയി. ഇപ്പോൾ കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി. മനസ്സിലാകാത്തത് വരും ദിവസങ്ങളിൽ അവരെ മനസ്സിലാക്കി കൊടുക്കും. മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി UDFും BJPയും അതുവഴി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇടപെടലാണ് നടന്നിട്ടുള്ളത് എന്നാണ് ജനങ്ങൾ തന്നെ ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ തകർക്കുന്ന വിധമുള്ള പ്രചരണങ്ങളാണ് വലതുപക്ഷം ഇപ്പോഴ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടി ജനങ്ങളുമായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഗൃഹസന്ദർശന പരിപാടിയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന നില ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് UDFിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ വർഗീയ സംഘർഷവും വർഗീയ കലാപവും ഒന്നും കഴിഞ്ഞ 10 വർഷക്കാലത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിലില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഗവൺമെന്റിന്റെ തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യും എന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ശരിയായ വിലയിരുത്തലിൽ നിന്ന് പാർട്ടി പിന്നോക്കം പോയതിന് ഉദാഹരണമാണ് ഈ ന്യായീകരണം. ചെറിയ തോൽവിയല്ല LDF നേരിട്ടത്, കോട്ടകൾ തകരുകയാണ് ചെയ്തത്. അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നുവെന്ന് സംസ്ഥാന സെക്രട്ടറി പോലും പറയുന്നുണ്ട്. അപ്പോൾ തെറ്റുപറ്റിയത് ജനങ്ങൾക്കാണെന്ന് എങ്ങനെ പറയാൻ തോന്നുന്നു? CPM പറയുന്ന മറ്റൊന്ന്, സംസ്ഥാനത്ത് UDF കടുത്ത രീതിയിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്നു എന്നാണ്. മറിച്ച് ഇടതുപക്ഷമാകട്ടെ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരേപോലെ എതിർക്കുന്നുവത്രേ. ഇത് ജനങ്ങളുമായുള്ള സംവാദത്തിൽ മനസ്സിലാക്കി. ഒറ്റ ചോദ്യം: കഴിഞ്ഞ ദിവസങ്ങളിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന വിധം സംസാരിച്ച 2 നേതാക്കൾ ആരൊക്കെയാണ്? അവർ മന്ത്രി സജി ചെറിയാനും AK ബാലനും. അവർ പറഞ്ഞതിനെ CPM സംസ്ഥാന സെക്രട്ടറി പോലും അംഗീകരിക്കുന്നില്ല. AK ബാലൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിന്റെ ആഭ്യന്തര. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടാണ് സ്വീകരിക്കുന്നത്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. ആ CPM തിരുത്തും. ഞങ്ങൾ തിരുത്തിയല്ലോ. ബാലിനെയും തിരുത്തും, അതുപോലെ തന്നെ ആരൊക്കെ വേണോ അവരെല്ലാം തിരുത്തും, അവരെന്നെ സ്വയം തിരുത്തും. അദ്ദേഹം പറഞ്ഞത് തെറ്റായി. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാളും വ്യക്തമാക്കിയിട്ടുണ്ട്. വേറെ പറയേണ്ട കാര്യമില്ല. രണ്ടാളും വ്യക്തമാക്കിയിട്ട് വായിക്കണം. കൃത്യമായി സജി ചെറിയാൻ മാപ്പ് പറഞ്ഞു, 4 ദിവസത്തിന് ശേഷം മാപ്പ് പറഞ്ഞു. അത് തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ തിരുത്തിയത്. തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ. ബാലൻ തിരുത്തിയെന്ന് പറയുന്നു, മന്ത്രിയെ പാർട്ടി തിരുത്തിക്കുകയും ചെയ്തു. എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയോട് കൂട്ടുകൂടുന്നു എന്ന് പറഞ്ഞ് UDF ന്യൂനപക്ഷ വർഗീയതയെ താലോലിക്കുന്നു എന്ന് പറഞ്ഞ് പ്രചാരണം നടത്തുകയല്ലേ ചെയ്യുന്നത്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമാണെങ്കിൽ അവരുടെ വോട്ട് നേടിയിട്ടില്ലെന്ന് CPMന് പറയാൻ കഴിയില്ല. തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പരാമർശവും ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി 2011 നടത്തിയ കൂടിക്കാഴ്ചയും ആരും മറന്നിട്ടില്ല. മറന്നവരെ ഓർമ്മിപ്പിക്കാൻ
വീഡിയോ ക്ലിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ സുലഭമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ടല്ല, UDF-ന് തൽക്കാല ആവശ്യം 4 വോട്ടെങ്കിലും കൂടുതൽ കിട്ടുമെന്ന് നോക്കലാണ്. മുഖ്യമന്ത്രിയുടെ ആദ്യമായിട്ട് കേരളത്തിൽ അവരെ സ്വാഗതം ചെയ്തു. അവർ നല്ല ആളുകളാണ്, അവരെ കാണാൻ തലയിൽ മുണ്ടിട്ട് പോകണ്ട എന്ന് പറഞ്ഞാൽ അവരെ കാണാൻ പോയ ആള് ഈ പിണറായി വിജയനാണ്. എന്നിട്ട് പഴയതെല്ലാം മറന്നുപോയി. വോട്ട് ചോദിച്ചു വാങ്ങിയതല്ല, അവർ തന്നതാണെന്ന ന്യായീകരണം ഇപ്പോൾ പറയുന്ന MV ഗോവിന്ദനോട് പറയാനുള്ളത് വർഗീയവാദികളുടെ വോട്ട് വേണ്ടെന്ന് പറയാൻ CPM തയ്യാറായില്ലല്ലോ എന്നാണ്. ഞങ്ങൾ സ്വീകരിക്കാതെ ഇത് അവർ നൽകുക. ഇത് ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് CPIM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളിൽ ഒരാളെ അയാൾക്ക് നമ്മുടെ പിന്തുണ, UDF-ന്റെ 4 ആൾക്ക് പിന്തുണ, 2 ആൾക്ക് ലീഗിന്റെ പിന്തുണ, ഇതായിരുന്നു അവരുടെ നിലപാട്. വേണ്ടാന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയേണ്ട കാര്യം ഭരണവിരുദ്ധ വികാരം ഇല്ലെന്ന് കാണിക്കാൻ CPM നടത്തുന്ന ഈ തത്രപ്പാടുകൾ വിജയം കാണാൻ സാധ്യതയില്ല. തദ്ദേശ ജനവിധിയെ ഒരു ഗൃഹസന്ദർശനത്തിലൂടെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ കുറച്ചു കാണുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത്.